ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. വീക്കെൻഡ് ആയിക്കൊണ്ട് പുറത്ത് പോയി കുറച്ച് സാധനം മേടിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് പോകുന്ന ഗ്രാൻഡ് ഹൈപ്പറിലേക്കാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴി പിള്ളേരവിടെ ഫുട്ബോളൊക്കെ കളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ചൂടൊക്കെ ഏകദേശം ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. നമുക്കിവിടെ നിന്നൊരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ ഗ്രാൻഡിലേക്ക് നടന്ന് പോകാനായിട്ട്. അപ്പോൾ വലിയ ചൂടും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് നടന്ന് പോകാമെന്ന് കരുതി. റൂമിലെ അത്യാവശ്യ സാധനങ്ങളെല്ലാം തീർന്നിരിക്കുകയായിരുന്നു. പിന്നെ ഓണമൊക്കെ അല്ലേ, ഗ്രാൻഡ് വരെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോക്കറ്റ് റോഡിൽ കൂടെ കേട്ടോ. മെയിൻ റോഡിൽ കൂടെ പോയാൽ ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാകുമ്പോൾ വീഡിയോ ഒക്കെ പിടിച്ചങ്ങ് പോകാമല്ലോ എന്നുള്ളൊരു കാൽക്കുലേഷനിൽ ഇങ്ങനെ പോകുന്നതാണ്. ആ നീല ബിൽഡിംഗ് ഉണ്ട്, അതൊരു അമേരിക്കൻ സ്കൂളാണ്. അവിടുന്ന് കുറേയും കൂടെ നമ്മൾ മുന്നോട്ട് ചെന്നതിന് ശേഷം മെയിൻ റോഡിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഗ്രാൻഡിൻ്റെ എൻട്രൻസ് ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിലൂടെ ഒരു ഡോറുണ്ട്, അതുവഴിയാണ് നമ്മൾ സ്ഥിരം പോവാറ്. ഇതിപ്പോൾ എൻട്രൻസ് കൂടെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതിയാണ്. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, ഇവർ മാവേലി കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊന്ന് കാണാം. നമ്മൾ മുന്നേ താമസിച്ചത് ഫാഹിൽ മംഗഫ ഏരിയയിലാണ്. അവിടെയൊക്കെ ഗ്രാൻഡിൽ അത്യാവശ്യം മാവേലി കാര്യങ്ങൾ അങ്ങനെയൊക്കെ സജ്ജീകരിച്ച് വെക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. നേരെ കയറി വന്ന് ഒരു ട്രോളി എടുത്ത് നേരെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇവിടെ ഓണത്തിൻ്റെതായ യാതൊരുവിധ സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ട്രോളിയായിട്ട് അങ്ങ് പോയി. ഈ കാണുന്ന ക്രീമ് കാര്യങ്ങൾ, ഷാമ്പൂ, അതുപോലെ കണ്ടീഷണർ, അങ്ങനെയുള്ള ഐറ്റംസാണ് ഈ കാണുന്നതെല്ലാം കേട്ടോ. ഞാൻ അങ്ങോട്ടൊന്നും നോക്കിയില്ല, നേരെ പച്ചക്കറി സെക്ഷനിലേക്ക് കൊളുത്തി വിട്ട് കേട്ടോ. അപ്പോൾ ഓണം ആയിക്കൊണ്ട് തന്നെ അവർ ഓണച്ചന്ത എന്നാണ് പച്ചക്കറി സെക്ഷനിൽ പേരിട്ടിരിക്കുന്നത്. അത്യാവശ്യം എല്ലാവിധ സാധനങ്ങളും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കുമ്പളങ്ങ, വെള്ളരിക്ക, അതുപോലെ തന്നെ പച്ചക്കായ, മുരിങ്ങയ്ക്ക, എല്ലാവിധ സാധനങ്ങളും ഉണ്ടായിരുന്നു. അതൊന്നും എൻ്റെ കണ്ണിൽ പെട്ടില്ല. എൻ്റെ കണ്ണിൽ പെട്ട നല്ല അടിപൊളി കപ്പ വന്ന് കിടപ്പുണ്ടായിരുന്നു. നോക്കിയപ്പോൾ നല്ല ഫ്രഷ് കപ്പ വന്നിട്ടുണ്ട്. ഞാനതങ്ങ് കുറച്ചെടുത്ത് കേട്ടോ. വീട്ടിൽ വന്ന് വേവിച്ച് കഴിഞ്ഞപ്പോഴാണ് നാരുള്ള കപ്പയായിരുന്നു. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ആ നാരിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഒരുപാട് പച്ചക്കറികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേനും ഇതാ പച്ച മാങ്ങ, നല്ല ഫ്രഷ് മാങ്ങ കിടക്കുന്നു. ആ മാങ്ങ ഒന്നും നോക്കിയില്ല, ഒരു 1/2 കിലോ മാങ്ങ ഇങ്ങെടുത്ത്. കാര്യം 1.25 KD ആയിരുന്നു. നാട്ടിലൊരു 10, 300, 350 രൂപയോളം വരും കേട്ടോ. എന്നാലും നല്ല പുളിയുള്ള നല്ല മാങ്ങയായിരുന്നു. ഉപ്പും മുളകും ഇട്ട് തിന്നാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഒന്ന് വീട്ടിൽ വന്ന പാടെ അത് ചതച്ച് തിന്നു. ഏതായാലും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ പച്ചക്കറി സെക്ഷനിൽ നമ്മൾ ബില്ല് സെപ്പറേറ്റ് പേ ചെയ്യേണ്ട, നമ്മൾ ബില്ലിങ് അടിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ നിന്ന് അതെല്ലാം ബില്ല് അടിച്ചതിന് ശേഷം നമ്മൾ മെയിൻ കൗണ്ടറിൽ പോയിട്ടാണ് പേ ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത്, എനിക്കൊരു കണ്ടൻസ്ഡ് മിൽക്ക് വേണമായിരുന്നു. ഞാനത് തപ്പി നടക്കുമായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ എങ്ങും കിട്ടിയില്ല. അവസാനം ഞാൻ അവിടെ ഒരു പയ്യനോട് ചോദിച്ചു കഴിഞ്ഞപ്പം അപ്പുറത്തെ വേറൊരു സെക്ഷനിലായിരുന്നു. പിന്നെ അവിടെ പോയി അതെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ മേടിക്കണമായിരുന്നു. നമുക്കിവിടെയൊക്കെ കിട്ടുന്ന ഫ്രോസൺ ചിക്കനാണ് കേട്ടോ. അതാണ് കൂടുതലും മേടിക്കാറും. ലിവർ, അതുപോലെ തന്നെ എല്ലാം ചിക്കൻ്റെ കാല്, തൈസ് എല്ലാം ഉണ്ട്. ചിക്കൻ്റെ ബ്രസ്റ്റ് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് പാക്കറ്റിൽ കിട്ടാറുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞില്ലേ, ലിവറാണെന്നും പറഞ്ഞെടുത്ത് ഞാൻ കക്കാമ്പറിലായിപ്പോയി, അത് മാറിപ്പോയെന്ന് പറഞ്ഞില്ലേ. ഇതാണ് സംഭവം കേട്ടോ. അത് രണ്ടെണ്ണത്തിൻ്റെ ഓഫറാണ് വന്ന് കിടക്കുന്നത്. ഏകദേശം ഒരു 10, 200, 250 രൂപയോളം വരും കേട്ടോ. അപ്പം പിന്നെ ഇത് ചിക്കൻ്റെ കാലാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫ്രോസൺ ചിക്കൻ 2 ഓഫർ വരാറുണ്ട്. ഞാൻ മിക്കവാറും അങ്ങനെ ഓഫർ വരുന്നതാണ് മേടിക്കുന്നത്.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ മട്ടൻ, ഒട്ടകം, പിന്നെ ബീഫ് ആ സെക്ഷനാണ് അപ്പുറത്ത് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ പോയി മീനിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. ഭാഗ്യത്തിന് അവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അത്യാവശ്യം മീനുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എല്ലാം ഐസിട്ട് മൂടി വെച്ചിരിക്കുക. അതുകൊണ്ട് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല. തിലാപ്പിയ, അതുപോലെ മത്തി നമ്മുടെ നാട്ടിലല്ല കേട്ടോ, ഒമാൻ മത്തി, അതുകൊണ്ട് ചെറിയൊരു ഉപ്പുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കിളിമീൻ, ചെമ്മീൻ, കക്കയിറച്ചി, ചൂരമീൻ, എല്ലാ മീനും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് തിലോപ്പിയും മേടിച്ച് മത്തിയും മേടിച്ച് കുറച്ച് കത്തി അടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. വേറൊന്നുമല്ല കേട്ടോ, ഓണാഘോഷമായിട്ട് എന്താ പ്രോഗ്രാം എന്ന് ചോദിച്ചപ്പോൾ കുവൈറ്റിലെ ഒരു ഷെയ്ക്ക് മരിച്ചുകൊണ്ട് തന്നെ ഓണാഘോഷ പ്രോഗ്രാം എല്ലാം തന്നെ ക്യാൻസൽ ചെയ്തു. നമ്മൾ സ്ഥിരം വരുന്നതുകൊണ്ട് ഇവരൊക്കെ നമ്മുടെ പരിചയക്കാരാട്ടോ. പിന്നെ നേരെ എസ്കലേറ്ററിൽ കയറി മോളോട്ട് പോയി. അപ്പം മുകളിലത്തെ സെക്ഷനിൽ ചെന്ന് താഴോട്ട് നോക്കുമ്പോൾ കണ്ടോ, ഇതാണ് നല്ലൊരു വ്യൂ ആയിരുന്നു മുകളിൽ താഴോട്ട് നോക്കാം കേട്ടോ. പിന്നെ മുകളിലത്തെ സെക്ഷനിലാണ് ശരിക്കും ഇലക്ട്രോണിക്സ് ഐറ്റംസ്, അതുപോലെ തന്നെ പാത്രങ്ങൾ, ഡ്രസ്സുകൾ, ഷൂകൾ എല്ലാം തന്നെ മുകളിലായിരുന്നു. നമ്മൾ കയറി ചെന്നതേ കാണുന്ന കൊച്ചു പിള്ളേരുടെ മുണ്ടുകളായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരുപാട് കളക്ഷൻസ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സെറ്റ് സാരി ഐറ്റംസ് ഒത്തിരി സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് സെറ്റ് സാരിയൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ ഏകദേശം 4-4.5 സെറ്റ് സാരികളായിരിക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഒരാളിരിക്കുന്നത് കണ്ടോ, അത് മാവേലി. അപ്പോൾ ഈ ഒരു മാവേലി മാത്രമേ ഈ ഗ്രാൻഡിലുണ്ടായിരുന്നുള്ളൂ. ബാക്കി വേറെങ്ങും ഞാൻ കണ്ടില്ല കേട്ടോ. ഈ ഒരു മാവേലി മാത്രമേ ഞാൻ കണ്ടുള്ളൂ. സത്യത്തിൽ ഞാൻ മൊത്തം പോകാൻ എനിക്ക് പറ്റിയില്ല. ജസ്റ്റ് ഡ്രസ്സിൻ്റെ സെക്ഷനിലും അതുപോലെ തന്നെ താഴെ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. വേറെ ഇലക്ട്രോണിക്സ് ഐറ്റംസിലോ പാത്രങ്ങളുടെ സെക്ഷനിലോ അങ്ങനെയൊന്നും ഞാൻ പോയില്ല. അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ എല്ലാം ഒന്ന് നോക്കിപ്പോയി കണ്ടു. നമ്മൾ ഡ്യൂട്ടി വിട്ട് കഴിഞ്ഞാൽ റൂം വിട്ട് കഴിഞ്ഞാൽ ഡ്യൂട്ടി, അങ്ങനെയാണ്. പുറത്തെങ്ങും അധികമായിട്ട് ഞാൻ പോകുന്ന ടൈപ്പല്ല. അപ്പോൾ ഏതായാലും ഇന്ന് മൊത്തത്തിലൊന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. ഇത് ഷർട്ടുകൾ, മുണ്ടുകൾ എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ലേഡീസ് ടോപ്പൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ നോക്കിയില്ല. അതുപോലെ തന്നെ കിഡ്സ് സെക്ഷനിലാണെങ്കിലും ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പിള്ളേരുടെ ഷൂവിൻ്റെ ഏരിയ കേട്ടോ. ഇതുമെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ താഴോട്ട് പോയി, ടയേർഡായിരുന്നു. താഴെ പോയി ബില്ലൊക്കെ പേ ചെയ്തു. നേരെ അവിടുന്ന് പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഇറങ്ങി ഞാനിങ്ങ് പോന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ, ഹാപ്പി ഓണം.